ഹായ്, അപ്പോൾ നമുക്ക് ഡേ 2 സ്റ്റാർട്ട് ചെയ്യാം. ഡേ 2 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് മാത്രമേ ഇപ്പോൾ കാണിക്കണുള്ളൂ. ഡേ 1 പറഞ്ഞ പ്രകാരം മോർണിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞ പോലെ ചെയ്യാം. സോ ആദ്യം ഞാൻ വാമപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സൈക്ലിങ്ങും അതുപോലെ എലിപ്റ്റിക്കൽ മെഷീനും കൂടിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വാമപ്പാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു 10 മിനിറ്റ്സ് വാമപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സ്ട്രെച്ചിങ് ചെയ്യുക. സ്ട്രെച്ചിങ് ഞാൻ ഡേ 1 പറഞ്ഞ പ്രകാരം ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോർമലായിട്ട് ഫുൾ ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കുന്ന രീതിയിൽ ഒരു നോർമൽ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് ചെയ്യാം. സോ നമ്മളിന്ന് ചെയ്യണ ഒരു വർക്കൗട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ബോഡി സ്ട്രെങ്തിങ് ആണ്. സോ ഫസ്റ്റ് അതിൻ്റെ സ്ക്വാട്ട്സ് ആണ് വരുന്നത്. അത് ഡംബൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പൊസിഷൻ വരിക. സോ നമ്മളെക്കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 24 അത് ഇൻറ്റു 3 ടൈംസ് ചെയ്യാം. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് റൊമാനിയൻ ഡെഡ് ലിഫ്റ്റാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പൊസിഷനിങ് ഇങ്ങനെയാണ് വരുന്നത്. സോ അതും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ 20 സ്റ്റാർട്ട് ചെയ്തു, 100 ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പറ്റുന്ന വെയിറ്റ് ഇട്ട് ചെയ്താൽ മതി, പ്രശ്നമില്ല. ബട്ട് മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തത് ഇന്ന് ലെഗ് പ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. അതും ഇതേപോലെ നമ്മൾ മാക്സിമം വെയിറ്റ് എത്രത്തോളം പോകും അത് നമ്മൾ ചെയ്തിരിക്കണം. കാരണം ലെഗ് നമുക്ക് ആക്റ്റീവ് ആക്കിയേ പറ്റൂ. അതിനുശേഷം ഞാൻ ലെഗ് കേളാണ് ചെയ്തത്. എല്ലാ വർക്കൗട്ടും നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പുഷ് ചെയ്യാം. പിന്നെ ലെഗ് എക്സ്റ്റൻഷനാണ് ഇത് വരുന്നത്. അതും നമ്മുടെ കൊണ്ട് മാക്സിമം സ്ലോലി ചെയ്തിട്ട് മാക്സിമം പ്രഷറിൽ മാക്സിമം വെയിറ്റ് പൊക്കുക. ലാസ്റ്റിന് ശേഷം കാഫ് റൈസസ്. എല്ലാ വർക്കൗട്ടും മാക്സിമം 50x3 ആണ്. അത് മെയിൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാർഡിയോ ആണ്. ആഫ്റ്റർ വെയിറ്റ് ട്രെയിനിങ് അത് മസ്റ്റാണ്. അത് ചെയ്യേണ്ട രീതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് കാർഡിയോ സർക്യൂട്ട് എന്നാണ് അതിനെ വിളിക്കുക. സോ അത് 4 വർക്കൗട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുക. ആ 4 വർക്കൗട്ട് തന്നെ 4 ഇൻ്റർവെല്ലായിട്ട് ചെയ്യുക. സോ 4 വർക്കൗട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡിങ് ജമ്പിങ് ആണ്. പിന്നെ മൗണ്ടൻ ക്ലൈംബ്, അതേപോലെ ജമ്പിങ് ജാക്സ്, പിന്നെ ബർപ്പി. ഈ 4 വർക്കൗട്ട് ഒരു ഇൻ്റർവെല്ലിൽ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യുക. അതൊരു 1.5 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഈ 4 വർക്കൗട്ട് 1.5 ഇടയിൽ റെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമതും പിന്നെയും ഒരു 10-20 അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് പിന്നെയും ഒരു 2 മിനിറ്റ്സ് അങ്ങനെ മെല്ലെ മെല്ലെ ടൈം കൂട്ടി മാക്സിമം 3 to 40 മിനിറ്റ്സ് ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തോളം ചെയ്യണം. 30 മിനിറ്റ്സാണ് നമുക്ക് മാക്സിമം ചെയ്യേണ്ടത് കാർഡിയോ. സോ ഈ വർക്കൗട്ട് മാത്രം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ബോഡി ഒന്ന് ട്വിസ്റ്റിങ് കൊടുക്കുന്നത് നല്ലതാണ്. സോ നമുക്ക് മാക്സിമം നമ്മുടെ ബോഡിയിൽ സൈഡ് ഫാറ്റ്സ് ഒക്കെ പോകാതെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ കംപ്ലീറ്റ് വർക്കൗട്ട് സെക്ഷൻ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വേ പ്രോട്ടീനും 3 എഗ് വൈറ്റ്സും ആണ്. അത് മാക്സിമം 8:30 മുന്നേറ്റ് എടുത്ത് തീർക്കണം. പിന്നെ മോർണിംഗ് ഒരു 11:30 നിങ്ങൾക്ക് സ്നാക്കായിട്ട് ഒരു ആപ്പിൾ കഴിക്കാം. ലഞ്ച് 1:30 മുന്നായിട്ട് ഒരു 100 ഗ്രാം റൈസ്, 250 ഗ്രാം ചിക്കൻ, പിന്നെ ഹാഫ് പ്ലേറ്റ് ഓഫ് വെജിറ്റബിൾസ്. ഇതാണ് നിർത്തിയിട്ടുള്ളത്. നൈറ്റ് യൂഷ്വലി നമ്മൾ കഴിക്കാറുള്ള ഫുഡ് വെജിറ്റബിൾസ്, മിക്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും കഴിക്കാം. സോ ഇതാണ് നമ്മുടെ ഫുൾ കംപ്ലീറ്റ് സെക്ഷൻ എന്നത്തെ വരുന്നത്. മാക്സിമം ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളം കുടിക്കാൻ. വാട്ടർ ഫാറ്റ് ലോസിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തു, 127 kg ഉണ്ട്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ.